ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുട്ടികൾക്കായിരുന്നു കേട്ടോ. ഇവിടെ സലാലയിൽ മലയാളി കുട്ടികൾക്ക് മലർവാടി ബാലസംഘക്കാര് സംഘടിപ്പിക്കുന്ന ഒരു ഗെയിംസിന്റെ ഒരു പരിപാടി. വൈകിട്ട് 5 മണിക്ക് അവരവിടെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ 9-10 ആവും കഴിയാൻ പ്രോഗ്രാം എന്ന് കേട്ടോ പറഞ്ഞത്. അപ്പൊ നേമോളിയും കൊടുവിനെ അവിടെ കയറ്റിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. കൊടു കരയോ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, കാരണം അവൾക്ക് വയ്യാത്തതല്ലേ, പനി എപ്പോഴും വിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെ ഇരുന്നില്ല. ആള് ഓക്കെ ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. പ്രോഗ്രാം സ്റ്റാർട്ട് ആവണവരെ കുറച്ച് ഞങ്ങൾ അവിടെ അങ്ങനെ പുറത്തിരുന്നു. ഇത്രയും മലയാളി ഫാമിലീസ് ഒക്കെ സലാലയിൽ ഉണ്ടോന്ന് ഞാൻ ഓർത്തു പോയിട്ടോ. വെറുതെ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളെ കൂടുതൽ പറഞ്ഞ് ട്രോളിനത്. പിന്നെ ഞാൻ ഒരാളെ കണ്ടു കേട്ടോ. ആദ്യം ഒരു മാതിരി നോക്കിയിരുന്നെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ കണ്ട പരിചയത്തില് ലാസ്റ്റ് ചിരിച്ചു കേട്ടോ. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ. ഇവനാണ് ലവൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായി. കാറിൽ എല്ലാരും പാടെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വേറെ കാറിലേക്ക് തട്ടി. ആദ്യം പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പാർക്കിലെത്തിയപ്പോ അവര് പ്ലാന് മാറ്റിയിട്ട് ഗാർഡൻസ് മാള് പോവാ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പാർക്കിലും വിട്ടു, അവര് ഗാർഡൻസ് മാളിലും. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും എന്തൊക്കെയോ ഒരു മിസ്സിങ് പോലെ. കാരണം ഞങ്ങൾ ടീംസ് മാളില്ല. എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അതല്ല അതിന്റെ ഒരു ഇത്. കിട്ടുന്ന മൊമെന്റ്സ് എൻജോയ് ചെയ്യണം, അങ്ങനെയല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പോയ പാർക്ക് വൈബായിരുന്നു കേട്ടോ. പക്ഷെ കൊടുവിനൊക്കെ നല്ല മിസ് ചെയ്തു. എവിടെ പോയാലും അവളുടെ പ്രസൻസ് ചെറുതായിട്ടെങ്കിലും ഉണ്ടാവണതാണ്. പിന്നെ ഞങ്ങളെ ഗാർഡൻസ് മാൾക്ക് ആക്കി തന്നു കേട്ടോ. അവിടെ വൈബാക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. കൊടുവിന് ഫീവർ കൂടിയിട്ട് അങ്ങനെ പോയി. ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഓക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ രണ്ടാമത്തെ ദിവസം ഇതായിരുന്നു കേട്ടോ അവസ്ഥ. പിന്നെ സൂചി വെച്ചതിൻ്റെയും പനി വന്നതിൻ്റെ ഒക്കെ സങ്കടം പറയാനായിട്ട് ഉള്ള ഫേവറേറ്റ് ആളെയും കണ്ടു. അങ്ങനെ ഓളവിടെ സംസാരിച്ച് അങ്ങനെ നിന്ന്. അപ്പം എത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗ് അല്ലെങ്കിൽ റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.